നമ്മൾ വിനാഗിരി ഒഴിച്ച് കഴുകിയ കങ്കാരു ഇറച്ചിയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല റെഡിഷാണ്. എല്ലാവർക്കും നമസ്കാരം. മേബിളാണ്. നമ്മൾ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ആദ്യത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആയിരുന്നു. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. എന്താണ് കുക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധനമാണ് കുക്ക് ചെയ്യുന്നത്. കങ്കാരു ഇറച്ചി, ഇതാണ് സാധനം. അപ്പം ഞാൻ UK നിന്ന് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഈ ഓസ്ട്രേലിയക്ക് പോയിട്ട് കങ്കാരു ഇറച്ചി കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കങ്കാരു ഇറച്ചി കഴിച്ചില്ല, കഴിക്കണം. അപ്പം ഇന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കഴിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ രുചിയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. അതിൻ്റെ കൂടെ ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എന്നേക്ക് നല്ല എക്സ്പേർട്ട് കുക്ക് തന്നെ ക്യാമറയുടെ പുറകിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളെ കാണിച്ചില്ലെന്ന് കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു എക്സ്പേർട്ട് കുക്കാണ്, പുള്ളി തന്നെ ഇന്ന് കുക്ക് ചെയ്യും. അപ്പം ഞാനത് ക്യാമറയുടെ പുറകിലേക്ക് പോവാണ്. ശരി, നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നമ്മൾ അല്പം എണ്ണ ഒഴിക്കുകയാണ്, ഒരു 3-4 ടീസ്പൂണ്. ചൂടായതിനു ശേഷം സവോള സവോള മതിയാവും. സവോള എന്തായാലും സവനെ ഒരെണ്ണോ രണ്ടെണ്ണോ? ഒരു സവോള മതിയാവും. ബീഫിൻ്റെ കങ്കാരുവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. നമ്മളിപ്പോൾ എന്തായാലും മേടിക്കുന്നത് 1/2 കിലോ അല്ലേ? 1/2 കിലോ സവോള വഴറ്റിയെടുത്താൽ മതിയാവും. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിനോട് കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും. ശകലം ഉപ്പിടുകയാണ്, പെട്ടെന്ന് വഴങ്ങാൻ വേണ്ടിയാണ്. അടുത്ത് നമ്മൾ പച്ചമുളകും കരിവേപ്പിലയും ഇടുകയാണ്. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അതിനോട് അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി ഒരു 1/2 സ്പൂൺ, 1.5 സ്പൂൺ ഇട്ടു. ടീസ്പൂണാണ്. ഓക്കെ, 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുകയാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇടുകയാണ്. 2 ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനാഗിരി ആഡ് ചെയ്യുകയാണ്. ഇത് ചൂടായ ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ച മസാല ഈ കുക്കറിലിട്ട് ഒന്ന് 2 മിനിറ്റ് നമ്മൾ ഒന്ന് ചൂടാക്കുകയാണ്. നമ്മൾ വിനാഗിരി ഒഴിച്ച് കഴുകിയ കങ്കാരു ഇറച്ചിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല റെഡിഷാണ്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്, കുക്കറിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ 2 വിസിൽ അടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു അല്പം എണ്ണ ഒഴിച്ചിട്ട്, ഓക്കെ, ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങ പൊട്ടിയത്, കുറച്ച് തേങ്ങ പൊട്ടിയത് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, തേങ്ങ അല്പം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ചെറിയുള്ളി അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ചെറിയുള്ളിയാണ്, ചെറിയുള്ളി ഒരു 10 ചെറിയുള്ളി മതിയാവും. ഇതിലൂടെ അല്പം പച്ചമുളക്, ഒരു 3 കീറ് പച്ചമുളക്, അതിൻ്റെ കൂടെ നമ്മൾ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറിയൊരു 3-4 വെളുത്തുള്ളിയും ഒരല്പം ഇഞ്ചിയും കൂടെ ചേർത്ത്
നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി കരിയാപ്പിലയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ കുക്കറിലെ കങ്കാരു ഇറച്ചി നമ്മുടെ പാനിനകത്തോട്ടാക്കുകയാണ്. വെള്ളം ഉണ്ടല്ലേ കുറച്ച്? അത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാനിട്ട് ഇത്രയും അതിനകത്ത് പിടിച്ചിരുന്ന ഇത്രയും വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചത്. അതിൻ്റെ വെള്ളം ഇറങ്ങിയതാണ് അത്രയും വെള്ളമാണ് ഇറങ്ങിയത്. കുറച്ച് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. നമുക്ക് ഈ വെള്ളം നന്നായിട്ടുണ്ട്. നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണമെന്ന് വരെ ഒന്ന് നല്ല ഫ്ലെയിമിലൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കും. ഇത് അല്പം വെറ്റാണ്, നമ്മൾ ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല. ഇതിനകത്ത് അല്പം നമ്മൾ കുരുമുളക് ആഡ് ചെയ്യാണ്. ഒരു ടീസ്പൂണോളം കുരുമുളക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ അതിനകത്ത് നന്നായിട്ട് കിട്ടും. നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് ആ ഫ്ലേവർ നമുക്ക് കിട്ടും. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടെ നമ്മൾ ആഡ് ചെയ്താണ്. ഒത്തിരി ഞങ്ങൾ ഡ്രൈ ആക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഒത്തിരി ഡ്രൈ ആക്കുന്ന നമുക്ക് താല്പര്യമില്ല. ഡ്രൈ ആക്കേണ്ടവർക്ക് ഡ്രൈ ആക്കി എടുക്കാം. അല്പം ഒന്ന് ചൂടാക്കി ഞങ്ങൾ എടുക്കുകയാണ്. കങ്കാരു ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കങ്കാരു ഇറച്ചി ടേസ്റ്റ് നോക്കാം. സൗമ്യം തന്നെ അതിനെ ടേസ്റ്റ് ചെയ്യുക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കങ്കാരു ഇറച്ചി കഴിക്കുന്നത്. ഞാൻ പറയില്ല, ഞാൻ നോക്കട്ടെ. ഉണ്ടാക്കിയ ആള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുക്കുകയല്ല. ഉണ്ടാക്കി നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഒത്തിരി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നോക്കാം. ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ഇളം ബീഫ് കഴിക്കുന്ന പോലെയാണ്. സൂപ്പർ, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയത്തില്ല, കാരണം കങ്കാരു എല്ലായിടത്തും കിട്ടിയല്ല. കിട്ടുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. പൊളി സാധനമാണ്. ഞങ്ങൾ തീറ്റയായി കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി സാധനം എന്നുള്ള അടിപൊളി സാധനമാണ്. ഫാറ്റ് ഫ്രീ ആണ് സാധനം. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രോട്ടീനും അയണും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മീറ്റാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ വാങ്ങി കഴിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ